ഹായ്, ഷാനവാസ് ഫാൻസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ചില മണ്ടത്തരങ്ങൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായും അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല, വളരെ വലിയ തെറ്റാണ്. നിങ്ങൾ ഷാനവാസിനോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണത്. എല്ലാ ഷാനവാസ് ഫാൻസിനെയും അല്ല ഉദ്ദേശിച്ചത്, വളരെ കുറച്ച് ഷാനവാസ് ഫാൻസിനെ അവരറിയാതെ ചെയ്യുന്ന കാര്യമായിരിക്കാം. പക്ഷെ അത് വലിയ തെറ്റാണ് എന്നുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല ആൾക്കാരുടെയും വീഡിയോയ്ക്ക് താഴെ പോയി ഷാനവാസിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ, നമ്മൾ ഷാനവാസ് ഫാൻസ് ഈ ആഴ്ച സാബുമാനാണ് വോട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ വോട്ട് കൊടുക്കാം, അതിലൂടെ നെവിനെ പുറത്താക്കാം എന്നുള്ളതാണ് അവർ പറയുന്നത്. അത്തരം കമൻറ്റുകളാണ് ഞാൻ കാണുന്നത്. അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല, വളരെ വലിയ തെറ്റാണ്. ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ സാബുമാൻ അവിടെ നിന്നതുകൊണ്ടോ പോയതുകൊണ്ടോ ഒരു പ്രശ്നവും ഷാനവാസിന് സംഭവിക്കുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ നെവിനെ എനിക്ക് ഇഷ്ടമായതുകൊണ്ടോ ഇഷ്ടമല്ലാഞ്ഞിട്ടോ അല്ല ഞാനിത് പറയുന്നത്. നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്കൊരു പക്ഷേ നെവിനോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അത് വലിയ ദ്രോഹമായിട്ട് ഷാനവാസിന് തന്നെ തിരിച്ചടിയാവും. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അവിടെ ഷാനവാസിന് ഓപ്പോസിറ്റ് നിൽക്കാൻ ആൾക്കാർ ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഷാനവാസ് ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് വരികയുള്ളൂ. അവിടെ ഷാനവാസിന് ഓപ്പോസിറ്റ് നിൽക്കാൻ ആൾക്കാരില്ല എങ്കിൽ ഷാനവാസ് താഴേക്ക് പോകും. അത് മറക്കരുത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഷാനവാസിനെതിരെ ഗെയിം കളിച്ചാൽ മാത്രമേ ഷാനവാസിന് സ്ക്രീൻ സ്പേസ് കിട്ടൂ, ഷാനവാസിനെ കുറിച്ച് എല്ലാവരും സംസാരിക്കുകയുള്ളൂ. ഷാനവാസ് ഒരു സ്ഥലത്ത് ഒതുങ്ങി കൂടിക്കഴിഞ്ഞാൽ ആര് സംസാരിക്കും? ഇനിയുള്ള ദിവസങ്ങളിൽ ഷാനവാസിന് ഫാൻസ് കൂടണം. അങ്ങനെ കൂടണമെങ്കിൽ ഷാനവാസ് അവിടെ കളിക്കണം. അങ്ങനെ കളിക്കണമെങ്കിൽ ഷാനവാസിന്റെ ഓപ്പോസിറ്റ് അവിടെ ആൾക്കാർ ഉണ്ടാവണം. ഇവിടെ നെവിൻ ഷാനവാസിന് ഓപ്പോസിറ്റാണ് നിൽക്കുന്നത്. അപ്പോൾ നെവിനെ പുറത്താക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. അത് വിഡിത്തമാണ്. ഇന്ന് ഷാനവാസ് എങ്ങനെയാണ് സ്കോർ ചെയ്തത്? അത് നെവിനെ പിച്ച് ചിന്തിക്കൊണ്ടാണ്. നെവിന്റെ തെറ്റുകൾ ഷാനവാസ് ചൂണ്ടിക്കാണിക്കുന്നു, നെവിനെതിരെ ആഞ്ഞടിക്കുന്നു. അതിലൂടെ എന്താണ് സംഭവിച്ചത്? പല യൂട്യൂബേഴ്സും ഷാനവാസിന്റെ പേര് പറയുന്നു, ഷാനവാസ് പൊളിച്ചടുക്കി എന്ന് പറയുന്നു. നെവിൻ ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ദേഷ്യമുണ്ടാവും എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ നിങ്ങളത് ചെയ്യരുത്. വളരെ വലിയ തെറ്റാണ്. ഷാനവാസിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. നിങ്ങൾ ഫാൻസുകാർ, എല്ലാവരെയുമല്ല, വളരെ കുറച്ച് പേർ. ഷാനവാസ് ഈ നോമിനേഷനിൽ ഇല്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് മറ്റാരെയെങ്കിലും ഇഷ്ടമാണെങ്കിൽ അവർക്ക് വോട്ട് ചെയ്തോളൂ. അല്ലാതെ നെവിനെ പുറത്താക്കാൻ വേണ്ടി മറ്റൊരാൾക്ക് വോട്ട് കൊടുക്കരുത്. അത് വലിയ തെറ്റാണ്. അത് മനസ്സിലാക്കണം. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.